ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കാനാകാതെ ഏറെ ആളുകൾക്ക് മടങ്ങേണ്ടി വരുന്നു എന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരെ പോലീസ് തിരികെ വിളിച്ചിരിക്കുകയാണ്. ദർശനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങിയ ഭക്തരെ സന്നിധാനത്ത് തിരികെ എത്തിക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തു വരുന്ന എല്ലാവർക്കും ദർശനം സാധ്യമാക്കുമെന്ന് ADGP S. ശ്രീജിത്ത് പ്രതികരിച്ചു. വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് ദർശനത്തിന് വന്ന ആർക്കെങ്കിലും അങ്ങനെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും വീണ്ടും അവസരം കൊടുക്കും. അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിൽ ദർശനത്തിനുള്ള സൗകര്യം കൊടുക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഇന്നലെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ആരും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ജാഗരൂകരായിട്ട് ഫീൽഡിലുള്ളതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ആരെങ്കിലും പെടുകയാണെങ്കിൽ അവർ ദയവ് ചെയ്ത് പോലീസിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യണം. ഇവിടെ വന്ന് ദർശനം കിട്ടാതെ ആരും വെർച്വൽ ക്യൂ പാസ് എടുത്തവർ പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി പോലീസിനുണ്ട്. ഞങ്ങൾ പൂർണ്ണമായും പാലിച്ചിരിക്കും. അഭൂതപൂർവമായ തിരക്കിനെ തുടർന്ന് പാരിപ്പള്ളിയിൽ നിന്നുള്ള സംഘം ദർശനം നടത്താതെ മടങ്ങിയ വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ സംഘത്തെ തിരികെ വിളിച്ച് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനുള്ള തീരുമാനം അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട്, ഈ നടപടിക്ക് കാരണമായ റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. തീർത്തും അപ്രതീക്ഷിതം ദൈവാനുഗ്രഹം, അയ്യപ്പന്റെ കടാക്ഷം ഉണ്ട്. ഞങ്ങൾ ഈ ഇന്നലെ മരക്കൂട്ടം വരെ പോയിട്ട് തിരിച്ച് വളരെ സങ്കടപ്പെട്ട് തിരിച്ചു പോയ ഞങ്ങൾ മോനെ കാത്താണ് ഞങ്ങൾ നിന്നത്. മോനൊക്കെ വന്നെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയനായിരുന്നു. അപ്പോഴും ഇപ്പം ഈ ഇതിൽ ഇങ്ങനെ ഞങ്ങളെ അവിടെ കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇനി ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഇത്ര സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. ADGP ശ്രീ സാർ എന്താണ് പറഞ്ഞത് ഫോണിൽ വിളിച്ചപ്പോൾ? സാറ് പറഞ്ഞു ഞാൻ അങ്ങനെ കേട്ട് സാർ നിങ്ങൾ മല കയറാതെ പോണെന്നായിട്ട് നമ്മൾ പറഞ്ഞു പോണ് സാറേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഹാർട്ടിന് പ്രശ്നമുള്ളവരുണ്ട്, എനിക്കാണെങ്കിൽ മുട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്ത് എന്നാലും ആ അയ്യപ്പൻ്റെ അടുത്ത് വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് അത്രയും ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പാടാണ്, നമ്മൾ ഇനി വരാമെന്ന് പറഞ്ഞല്ല, നിങ്ങളെ സന്നിധാനത്തെത്തിച്ച് ദർശനം നടത്തിയിട്ടേ ഞങ്ങൾ വിടത്തുള്ളൂ എന്നാണ് സാറ് പറഞ്ഞത്. ഇന്നലെ ഉച്ചയ്ക്ക് പമ്പയിൽ നിന്ന് മേപ്പോട്ട് കയറി 13 മണിക്കൂറിന് ശേഷം 3:30 മല ഇറങ്ങി. വലിയ നിരാശയോടുകൂടിയായിരുന്നു. പിന്നെ നമുക്ക് അല്ലേ 3:30 ഇറങ്ങിയില്ല, നമ്മള് 9:10 മണിയായി. രാത്രി 3:30 എത്തിയത്. സന്തോഷം, ഭയങ്കര സന്തോഷം. എനിക്ക് ചോദിക്കാൻ തോന്നിയത് ഞാനൊരു ഭക്തയാണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് ക്യാമറ കണ്ടപ്പം ചോദിക്കാൻ തോന്നിയത് ഒരു പത്രക്കാരാണോ എന്ന് ചോദിച്ച് ഇത് പറയാൻ വേണ്ടിയിട്ട്. അതെന്റെ ഒരു ഭാഗ്യം തന്നെ. 2 പ്രാവശ്യം നമുക്ക് അയ്യപ്പ അങ്ങനെ തുണച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് നിരപ്പായ സ്ഥലം എത്തിയപ്പോഴത്തേക്ക് കാലങ്ങ് കഴിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞപ്പം നിരപ്പായ സ്ഥലമുണ്ട്, എല്ലാവരും പറഞ്ഞങ്ങ് നടക്കാം. പക്ഷെ ഞങ്ങളവിടെ ഇരുന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾ ജീവനോടിരിക്കുന്നു. മരം വീണ് 6 വർഷം മുമ്പിട്ട് ഭയങ്കര ഒരു മരം വീണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് ദർശനം സാധ്യമാകുമെന്ന്. എന്റെ മോന്റെ കാര്യം കൊണ്ടേ ഉള്ളായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട്, അല്ലാതെ സന്തോഷം തന്നെയല്ലേ. സന്തോഷമായി. മോൻ കാലത്ത് പറഞ്ഞോ? പറഞ്ഞ് മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കയറാമെന്ന് പറഞ്ഞതിൽ ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോണതിൽ വളരെ സന്തോഷം. കൊണ്ടുപോയി നമുക്ക് ദർശനം തിരിച്ചു പോകുന്ന പ്രയാസത്തിലാണ്, ഇപ്പൊ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. രാവിലെ 8:30 സന്നിധാനത്ത് നിന്നും നിലയ്ക്കലിലേക്ക് എത്തിച്ചേർന്ന ഈ സംഘത്തെ മാതൃഭൂമി ഫോട്ടോഗ്രാഫർ അരവിന്ദ് ലെനിലാണ് കണ്ട് സംസാരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പം? വലിയ ഗുണം സംഭവിച്ചു. തീർത്തും നമ്മൾ പോലും അറിയാതെ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. അതെ, ഇപ്പോൾ ഇവർ രാവിലെ വന്ന് കണ്ടപ്പം പെട്ടെന്ന് എടുത്ത് ഫോട്ടോ എടുത്തോണ്ട് ചോദിച്ചായിരുന്നു, മോനെ പത്രക്കാരനാണ്. ഞാൻ പറഞ്ഞു അതെ അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞായിരുന്നു എനിക്ക് രാവിലെ ദർശനമൊന്നും കിട്ടിയില്ല, ഭയങ്കര വിഷമം. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ആ രണ്ടമ്മമാരാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഇവരടുത്തെല്ലാം ചേട്ടനെ അറിയിച്ചു. പിന്നെ എന്തോ ADGP ഇടപെട്ടു, അവർക്ക് ദർശനത്തിന് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. സന്തോഷം തോന്നുന്നു ഭയങ്കരമായിട്ട്. മാതൃഭൂമി ന്യൂസ് വാർത്ത കണ്ട് ADGP അത് പോലീസിന് ശ്രദ്ധ വരികയും അത് ADGP കണ്ണൻ നായരുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് അവരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ, പോലീസിന്റെ വാഹനത്തിൽ പമ്പയിലെത്തിച്ച് അവിടെ നിന്നും പോലീസിന്റെ സാന്നിധ്യത്തിൽ സന്നിധാനത്തെത്തിച്ച് ദർശനം ഒരുക്കും എന്നുള്ള ഉറപ്പാണ്. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ്, ഏറെ സന്തോഷകരമായ ആ വാർത്ത ഞങ്ങൾ എല്ലാവരെയും തേടിയെത്തിയത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. CK അഭിലാലും കണ്ണൻ നായരും തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. ആദ്യം അഭിലാലിലേക്ക്. അഭിലാൽ, ഇപ്പോൾ ഒരു സംഘം അവർക്ക് ദർശനത്തിനുള്ള പ്രശ്നം നേരിട്ടു, നമുക്കത് വാർത്ത നൽകാൻ കഴിയുന്നുണ്ട്, അവർക്കത് തിരികെ ദർശനം നടത്താനും സാധിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇത്ര വലിയ തിരക്കുണ്ടാകുമ്പോൾ എല്ലാവരും അങ്ങനെ കണ്ണിൽ പെട്ടുകൊള്ളണമെന്നില്ല, എല്ലാവരും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കണമെന്നുമില്ല. സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നത് തിരക്ക് കാര്യക്ഷമമായി നിയന്ത്രിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് അധികൃതർ എന്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്?
കേരളത്തിലെ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉള്ളതുപോലെയല്ല, മറിച്ച് ശബരിമലയിലെ പ്രത്യേക സ്ഥിതി എന്നുള്ളത് മുൻകൂട്ടി എത്ര പേർ സന്നിധാനത്ത് ഇന്ന് ദർശനത്തിന് എത്തുന്നു എന്നത് സംബന്ധിച്ച് വെർച്വൽ ക്യൂ വഴി നേരത്തെ അറിയാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വീഴ്ചയാണ് വലിയ തോതിൽ ഭക്തർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. വഴിനീള വാഹനങ്ങളിൽ അയ്യഭക്തർ കുടുങ്ങുന്ന തരത്തിലേക്ക് സ്ഥിതിഗതികൾ മാറി. അങ്ങനെ തീർത്ഥാടനം വലിയ വിഷമവൃത്തത്തിലേക്ക് എത്തിയ 2 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഒരു ദിവസമാണ്. കാരണം ഇന്നത്തെ പ്രഭാതം തന്നെ തിരക്കൊഴിഞ്ഞ റോഡുകളും അതോടൊപ്പം തന്നെ ക്യൂവിൻ്റെ സമയം കുറഞ്ഞ ഇടങ്ങളുമൊക്കെ തന്നെയാണ് നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും കാണാനായത്. ഇന്നലെ മാധ്യമങ്ങൾ അടക്കം നടത്തിയ ഇടപെടലിനെ തുടർന്ന് സർക്കാരിൻ്റെ കൂടി ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ വരികയും വകുപ്പുകൾ കാര്യക്ഷമമായി ഇടപെടുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്നത്തെ നല്ല പ്രഭാതം, നല്ല തീർത്ഥാടനത്തിൻ്റെ സമയം ഈ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കൽ മേഖലകളിലൊക്കെ എത്തിയിട്ടുള്ള ആളുകൾക്ക് സമ്മാനിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. വരും ദിവസങ്ങളിൽ ഇത്രത്തോളം ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ തീർത്ഥാടന കാലം സുഗമമായും അതോടൊപ്പം തന്നെ സൗകര്യപ്രദമായും അവസാനിക്കുകയുള്ളൂ. ശബരിമലയിൽ എത്തിയാൽ വളരെ വേഗത്തിൽ മല കയറി ദർശനം നടത്തി മടങ്ങിപ്പോകാമെന്നുള്ള ചിന്ത ആർക്കുമില്ല. പക്ഷേ 2-3 മണിക്കൂർ സമയം എന്നുള്ളത് ക്യൂവിൽ നിൽക്കുക സാധാരണ നിലയിൽ ഉള്ളത് തന്നെയാണ്. എന്നാൽ 10ഉം അതിലധികവും മണിക്കൂർ സമയം ക്യൂവിൽ നിൽക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ്. അത് ഈ തീർത്ഥാടനത്തെ ഏറെ പ്രയാസത്തിൽ ആക്കുകയും ചെയ്യും. അങ്ങനെ ഇതര സംസ്ഥാനങ്ങളിൽ എത്തുന്ന ഭക്തർ അടക്കം വലിയ പ്രതീക്ഷയോട് കൂടി എത്തുന്ന ആളുകൾ തീർത്തും അപ്രതീക്ഷിതമായ വലിയ തിരക്കിൽ അകപ്പെടുകയും കൃത്യസമയത്ത് മടങ്ങാൻ കഴിയാതെ ട്രെയിൻ ലഭിക്കാതെ ഒക്കെ തന്നെ വിഷമത്തിലേക്ക് അകപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. അതെല്ലാം പലപ്പോഴും മധു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാനിടയില്ല. ഇന്ന് തീർത്തും അപ്രതീക്ഷിതമായാണ് രാവിലെ 8:30 നിലയ്ക്കലിലെത്തിയ സമയത്താണ് ഈ സംഘത്തെ കണ്ടത്. അതേസമയം തന്നെ ഇവർ കൂടാതെ മലയാളികളായിട്ടുള്ള മറ്റ് നിരവധി ആളുകൾ ദർശനം എന്നുള്ള അവരുടെ പ്രതീക്ഷയും ആഗ്രഹവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അവരിൽ ചിലരെല്ലാം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ പൂർത്തിയാക്കിയാണ് മടങ്ങിപ്പോയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള തീർത്ഥാടന കാലങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഭക്തർക്ക് തിരികെ പോകേണ്ടി വന്ന സാഹചര്യം വലിയ വിമർശനമാണ് സംവിധാനത്തിനെതിരെ ഉയർത്തിയത്. അതിനെ തുടർന്ന് വലിയ കാര്യക്ഷമമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ തീർത്ഥാടന കാലം വലിയ പരാതികളില്ലാതെ പൂർത്തിയാക്കിയിരുന്നു. അഭൂതപൂർവമായ തിരക്കാണ്, സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് നേരത്തെ അഭിലാൽ പറഞ്ഞതുപോലെ എത്ര പേർ വരും എന്നത് മുൻകൂട്ടി അറിയാൻ കഴിയുന്നൊരു സംവിധാനം ശബരിമലയിലുണ്ട്. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കേണ്ടതും അധികൃതരുടെ മാത്രം ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കേണ്ടതുമാണ്. ആളുകൾ മടങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത സ്വാഭാവികമായും ഉണ്ടാവേണ്ടതുമാണ്.